ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാതിവില തട്ടിപ്പ് കേസിൽ സുപ്രധാന വിവരങ്ങൾ പുറത്ത്. പ്രതി അനന്തു കൃഷ്ണൻ നൽകിയ മൊഴിയുടെ വിവരങ്ങളാണ് 24 ലഭിച്ചത്. സായി ഗ്രാമം ഡയറക്ടർ KN ആനന്ദ്കുമാറിന് 2 കോടി രൂപ നൽകിയെന്നാണ് മുഖ്യപ്രതി മൊഴി നൽകിയത്. പണം നൽകിയതിന്റെ ബാങ്ക് രേഖകൾ പോലീസ് കണ്ടെത്തി. ഇടുക്കിയിലെ LDF UDF നേതാക്കൾക്കും പണം നൽകിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ സ്ഥലം വാങ്ങിയെന്നും പ്രതി മൊഴി നൽകി. മൊഴിയുടെ വിശദാംശങ്ങളാണ് 24 ലഭിച്ചത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് കേവലം മൊഴി മാത്രമല്ല, അത് തെളിയിക്കുന്ന ബാങ്ക് രേഖകൾ, ഡിജിറ്റൽ പണമിടപാട് രേഖകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും. കാരണം ഇത്തരം ബാങ്ക് രേഖകൾ പോലീസ് പരിശോധിച്ച് വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് ഇടപാട് ശൃംഖലയിൽ ആരൊക്കെയുണ്ട്, അതോടൊപ്പം തന്നെ തട്ടിപ്പ് പണം എങ്ങനെ വിനിയോഗിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പോലീസ് അനന്തകൃഷ്ണനിൽ നിന്നും ഈ വിവരങ്ങൾ ശേഖരിച്ചത്. ഈ വിവരങ്ങളിൽ നിന്ന് പോലീസ് പ്രധാനപ്പെട്ട ചില വ്യക്തത വരുത്തിയത് അനന്തകുമാർ, അതായത് സായിഗ്രാം ട്രസ്റ്റ് ഡയറക്ടർ ആനന്ദ്കുമാറിന് 2 കോടി രൂപയാണ് നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് പരിശോധിച്ച് വ്യക്തത വരുത്തി. മാത്രമല്ല, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കടക്കം ഇത്തരത്തിൽ പണം കൈമാറിയിട്ടുണ്ട്. ഇടുക്കിയിലെ LDF UDF നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിലാണ് 50 ലക്ഷത്തിലധികം രൂപ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൽ രാഷ്ട്രീയ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ആനന്ദ്കുമാറിന് പങ്കുണ്ടെന്ന വിവരം ലഭിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മൊഴി അനന്തകൃഷ്ണൻ നൽകിയ ശേഷം പോലീസ് പരിശോധിച്ച് ഇതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഗൂഗിൾ പേ രേഖകളും അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് ചാറ്റുകളും കൂടാതെ ട്രാൻസാക്ഷൻ സംബന്ധിച്ച രേഖകളും പോലീസ് പരിശോധിച്ചാണ് ഉറപ്പുവരുത്തിയിരിക്കുന്നത്. എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്ന നടപടിയിലേക്ക് പോലീസ് ഇന്ന് കടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അനന്തകൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് ക്രോസ് ചെക്ക് ചെയ്യും. അതിനുശേഷമാകും തുടർ നടപടിയിലേക്ക് എന്തായാലും പോലീസ് കടക്കുക. പ്രധാനപ്പെട്ട കാര്യം, ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വാങ്ങാൻ ആളുകൾ കൂട്ടമായി എത്തുന്ന അവസരമായി കണ്ട് നടത്തിയ തട്ടിപ്പിൽ വലിയ ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടെന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പലയിടത്തും ഈ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, അനന്തകുമാർ ഇതിൽ ഭൂരിഭാഗവും അല്ലെങ്കിൽ പകുതിയിലധികം തുക ചെലവഴിച്ചിരിക്കുന്നത് ഭൂമി വാങ്ങാനാണ്. അങ്ങനെ പാലക്കാടും കോട്ടയം കൂടാതെ ഇടുക്കിയിലും ഇത്തരത്തിൽ ഭൂമി വാങ്ങി എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഇനിയുള്ള ദിവസങ്ങൾ തുടരും. മൂവാറ്റുപുഴ പോലീസാണ് അനന്തകൃഷ്ണൻ ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും നേരത്തെ തന്നെ ചില സൂചനകൾ പോലീസ് ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പങ്കുള്ള ഈ കേസിൽ സ്വാഭാവികമായിട്ടും പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ. യെസ്, എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിൽ പണം പോയ വഴി ഏതൊക്കെ എന്ന് കൂടിയാണ് ഈ പ്രതി വിശദീകരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക്, ജനപ്രതിനിധികൾക്ക് ഒക്കെ ഇതിൻ്റെ വിഹിതം കൊടുത്തിട്ടുണ്ട് എന്ന് അയാൾ തന്നെ സമ്മതിക്കുകയാണ്. അതിൻ്റെ ഡിജിറ്റൽ രേഖകൾ, പണമിടപാട് രേഖകളൊക്കെ പോലീസ് ശേഖരിക്കുകയാണ്. കൂടുതൽ പേര് വിവരങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ ജനപ്രതിനിധികളെയും ഒക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതേസമയം ഈ തട്ടിപ്പിൽ അനന്തു കൃഷ്ണന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട് എന്ന സംശയത്തിലാണ് പോലീസ്. അനന്തുവിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയുള്ള അന്വേഷണം പോലീസ് കുറെ കൂടി ഊർജിതമാക്കി. അനന്തു കൃഷ്ണന് CSR ഫണ്ട് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. ആദ്യം കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ വഴി തട്ടിപ്പ് നടത്താനായിരുന്നു അനന്തു കൃഷ്ണൻ ഉദ്ദേശിച്ചത്. നടക്കാതെ വന്നതോടെ പ്ലാൻ ബിയുമായി രംഗത്തെത്തി. അതാണ് CSR തട്ടിപ്പ്. CSR തുക ആവശ്യപ്പെട്ട് 200 കമ്പനികൾക്ക് കത്തയച്ചെങ്കിലും ഒരു മറുപടി പോലും ലഭിച്ചില്ല. ഇതിനു പിന്നാലെയാണ് NGOകളെ കരുവാക്കി ആളുകളിൽ നിന്ന് നേരിട്ട് പണം തട്ടിയെടുത്തത്. എറണാകുളം റൂറൽ മേഖലയിൽ മാത്രം 800 പരാതികളിൽ 15 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടോ, ഓൾറെഡി നമ്മുടെ കസ്റ്റഡിയിലുണ്ടോ. ഇന്ന് രാവിലെ വിശദമായ ചോദ്യം DIG എറണാകുളം റേഞ്ച് സതീഷ് ബിനു സാറിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ജസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരുന്നു. നമ്മുടെ ഇത് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ബാക്കിയെല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഈ സമയത്ത് കൂടുതൽ പറയാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ ബാധിതാവും. അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിൽ CSR തുക എത്തിയിട്ടില്ലെന്നാണ് പോലീസ് നിഗമനം. കമ്പനികളുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ് അനന്തകുമാറിനെ സമീപിച്ചതെന്നും അനന്തു കൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു. തട്ടിപ്പിന് പിന്നിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന പോലീസ് വിലയിരുത്തൽ. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്താൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യും. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ഈ സാമ്പത്തിക ഇടപാടുമായി, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത വാർത്തയും. നജീബ് കാന്തപുരം MLAക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. മലപ്പുറം പുലാമാന്തോൾ സ്വദേശി അനുപമയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വഞ്ചനാ കുറ്റത്തിനുള്ള വകുപ്പുകളാണ് MLAക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകാമെന്ന് പറഞ്ഞ് MLA നേതൃത്വം നൽകുന്ന ട്രസ്റ്റിന്
പണം നൽകിയിട്ടും ലാപ്ടോപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് പരാതി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് 21,000 രൂപ നൽകിയത് എന്ന് പരാതിക്കാരി വ്യക്തമാക്കുന്നു. തട്ടിപ്പിൽ CPIM കായംകുളം പ്രാദേശിക നേതാക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു. കായംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് CPIM വനിതാ നേതാക്കളെ പ്രതി ചേർത്തത്. കായംകുളം നഗരസഭ 4-ാം വാർഡ് കൗൺസിലർ ഷമി മോൾ, എരുവ ലോക്കൽ കമ്മിറ്റി അംഗം നാദിയ എന്നിവരെ 3 കേസുകളിലാണ് പോലീസ് പ്രതി ചേർത്തത്. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പാലക്കാട് എലപ്പുള്ളിയിൽ ഒയാസിസ് മദ്യ കമ്പനിക്ക് CPIയുടെ കടുംവെട്ട്. മദ്യനിർമ്മാണശാലയ്ക്കായി ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരംമാറ്റ അപേക്ഷ CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പ് തള്ളി. CPI വകുപ്പിന്റെ തീരുമാനമാണോ ഇത് എന്ന് തനിക്കറിയില്ല എന്നാണ് എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. വൻകിട മദ്യനിർമ്മാണശാല തുടങ്ങാൻ എലപ്പുള്ളിയിൽ 24 ഏക്കർ ഭൂമി ഒയാസിസ് കമ്പനി വാങ്ങിയിരുന്നു. ഇതിൽ 4 ഏക്കർ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഒയാസിസ് കമ്പനി നൽകിയ ഭൂമി തരംമാറ്റ അപേക്ഷയാണ് റവന്യൂ വകുപ്പ് തള്ളിയത്. നിർദ്ദിഷ്ട ഭൂമിയിൽ കൃഷി ചെയ്യണമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്നും RDO ഉത്തരവിൽ വ്യക്തമാക്കി. നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം ഭൂമി തരംമാറ്റം അനുവദിക്കാനാവില്ലെന്നും RDO അറിയിച്ചു. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാൽ കൃഷി ഓഫീസർ നടപടിയെടുക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒയാസിസ് കമ്പനി അപേക്ഷിച്ച ഭൂമി കൃഷിഭൂമിയാണെന്നും അത് തരംമാറ്റം അനുവദിക്കാനാവില്ലെന്നും ജില്ലാ കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയിരുന്നു. 2008 വരെ ഈ ഭൂമിയിൽ കൃഷിയുണ്ടായിരുന്നു. ഇപ്പോൾ ഭൂമി തരിശായി കിടക്കുകയാണ്. മദ്യനിർമ്മാണശാലയ്ക്കെതിരെ CPI നിലപാട് ശക്തമാക്കുന്നതിനിടെയാണ് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ നടപടി. ഇതിൽ എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ മറുപടി ഇങ്ങനെ: ഈ അനുമതി കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ടുണ്ടായിരുന്നു. നിലവിലുള്ള എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിധേയമായി പ്രാരംഭാനുമതി നൽകുന്നു എന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത്. ബാക്കി അനുമതികളെല്ലാം അവർ നേടേണ്ടതാണ് എന്നത്. എക്സൈസിൻ്റെ മുമ്പിൽ വരുന്ന കാര്യത്തിനാണ് അനുമതി കൊടുത്തത്. അതിന് മറ്റു തടസ്സങ്ങളില്ല. അതുകൊണ്ടാണ് പ്രാരംഭാനുമതി എന്ന് പറഞ്ഞത്. മുന്നണിക്കുള്ളിൽ ഇതിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അതിനിടെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒയാസിസ് മദ്യ കമ്പനി തടസ്സ ഹർജി ഫയൽ ചെയ്തു. എതിർപ്പുന്നയിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കോടതിയെ സമീപിച്ചാൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണമെന്നാണ് ആവശ്യം. 24 തിരുവനന്തപുരം. വയനാട്ടിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായി പരാതി. കൽപ്പറ്റ SKMJ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ മർദ്ദനമേറ്റത്. വിദ്യാർത്ഥി കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ മലയാളം എടുക്കുന്ന ഒരു സാറുണ്ട്, പേര് അരുൺ എന്നാണ് പേര്. ഒരു കുട്ടീനോട് ചോദ്യം ചോദിച്ചു. അപ്പോൾ ആ കുട്ടി തിരിച്ചുത്തരം പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ സാറിനെ നോക്കി കൂക്കിയപ്പോൾ സാർ അവിടെ നിന്ന് പോയപ്പോൾ ഞാനാണ് കൂക്കിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്നെ പിടിച്ചിട്ട് അടിച്ചിട്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് ഇളകി വന്നു. അത് കഴിഞ്ഞിട്ട് കോളർ പിടിച്ച് വലിച്ചതാ. കോളറൊക്കെ പൊട്ടി, ബട്ടൺസൊക്കെ പൊട്ടി. വലിച്ചിട്ട് മൂപ്പര് അത് ബെഞ്ചിലേക്ക് എടുത്തെറിഞ്ഞു. എന്നെ ബെഞ്ചിലേക്ക് എടുത്തെറിഞ്ഞിട്ട് ഇപ്പോൾ പുറത്ത് ബെഞ്ചിന്റെ കോർണർ പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല പെയിൻ ഉണ്ട് പുറത്ത്. സമീർ C. മുഹമ്മദ് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സമീർ, എന്താണ് ഈ കുട്ടിയുടെ പരാതി? ഇതിൽ സ്കൂൾ അധികൃതരുടെ ഈ അധ്യാപകന്റെ ഒക്കെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥികളും അധ്യാപകനും തമ്മിൽ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതിനിടെയാണ് വിദ്യാർത്ഥികൾ കളിയാക്കി എന്നാണ് ഈ അധ്യാപകൻ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ ഒരു പ്രകോപനപരമായിട്ടുള്ള ആ ഒരു ഇടപെടലാണ് അധ്യാപകൻ ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടത് എന്ന് വിദ്യാർത്ഥി പറയുന്നു. ഈ കുട്ടിയുടെ മുതുകിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെ കാര്യമായ രീതിയിൽ പരിക്കുണ്ട്. മാത്രമല്ല, ഈ കുട്ടിയുടെ താടിയെല്ലിൽ നേരത്തെ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമ്പി ഇളകി എന്നുള്ള കാര്യം കൂടി ഈ കുട്ടിയും രക്ഷിതാക്കളും പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ പോയിട്ടുണ്ട്. സ്വാഭാവികമായും അധ്യാപകനെതിരെ കേസെടുക്കും, തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. വിഷയത്തിൽ പ്രിൻസിപ്പലും ഈ അധ്യാപകനിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തായാലും ദാരുണമായൊരു സംഭവം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ആ വിധത്തിലാണ് ഈ കുട്ടി കാര്യങ്ങൾ പറയുന്നത്. അത്രമാത്രം ഈ കുഞ്ഞിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. പരിക്കേറ്റ വിദ്യാർത്ഥി കൈനാട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സമീർ C. മുഹമ്മദ് പങ്കുവച്ചത്. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് പടന്നക്കാട് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം സ്വദേശികളായ ആഷിഖ്, തൻവീർ എന്നിവരാണ് മരിച്ചത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. അരുൺ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, രാത്രി 9 മണിയോടുകൂടിയാണ് പടന്നക്കാട് മേൽപ്പാലത്തിനടുത്ത് ഈ അപകടം ഉണ്ടാകുന്നത്. യുവാക്കൾക്ക് ദാരുണാന്ത്യമാണ് ഉണ്ടായത്.
ലോറിക്കിടയിൽ, അതായത് ഈ മേൽപ്പാലത്തിന് സമീപം ഒരു തട്ടുകടയുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു ലോറി നിർത്തിയിട്ടിരുന്നു. അതിന് അടുത്തുകൂടി തന്നെ മറ്റൊരു ലോറി കടന്നു പോകുമ്പോൾ ഈ ബൈക്ക് യാത്രികരായ 2 യുവാക്കൾ ആ 2 ലോറിക്കും ഇടയിൽ കുടുങ്ങുകയായിരുന്നു. അങ്ങനെ അവരെ ലോറി വെട്ടിപ്പൊളിച്ചാണ് ഈ യുവാക്കളെ പുറത്തേക്ക് എടുത്തത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്ക് മരണം സംഭവിച്ചു. കാഞ്ഞങ്ങാട് പഴയ കടപ്പുറം സ്വദേശി ആഷിക്ക്, മീനാപ്പീസ് കോട്ട സ്വദേശി തൻവീർ എന്നിവരാണ് മരിച്ചത്. 9 മണിവരെ ആയിരുന്നു ഈ അപകടമുണ്ടായത്. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ ഇരുവരുടെയും മൃതദേഹമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിജയകുമാർ. ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് തിരിച്ചയക്കുന്ന നടപടിയിൽ അമേരിക്കയെ ആശങ്ക അറിയിച്ചതായി ഇന്ത്യ. കുടിയേറ്റക്കാർക്കെതിരെ മോശമായി പെരുമാറരുതെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി. 487 ഇന്ത്യക്കാരെ കൂടി അമേരിക്ക തിരികെ അയക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. അമേരിക്കൻ നടപടിയെ ന്യായീകരിച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. അനധികൃതമായി കുടിയേറിയ ഇന്ത്യക്കാരെ വിലങ്ങുകൾ അണിയിച്ച് സൈനിക വിമാനത്തിൽ നാടുകടത്തിയ അമേരിക്കയുടെ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. കുടിയേറ്റക്കാരോട് മോശമായി പെരുമാറരുതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. On the issue of mistreatment, it's a valid issue to raise, and we continue to emphasize to US authorities that there should be no mistreatment of deportees, but this is a continuing exercise and conversation, and we will continue to take up any instances of mistreatment that come to our attention. 2012 ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് നാടുകടത്തിയതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നില്ലെന്നും വിദേശകാര്യ സെക്രട്ടറി. വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ നോട്ടീസുകൾ ഇന്നും ചെയർമാൻ തള്ളി. വിഷയം പാർലമെന്റിന് പുറത്ത് ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തു. PCCകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധിക്കും. ഡൽഹി PCC അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. 24 ഡൽഹി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും രാഷ്ട്രീയ നാടകങ്ങൾക്ക് വേദിയാകുകയാണ് രാജ്യതലസ്ഥാനം. തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരാനിരിക്കെയാണ് നിർണായക നീക്കങ്ങൾ. വിവാദ പരാമർശത്തിൽ കെജ്രിവാളിന്റെ മൊഴി രേഖപ്പെടുത്താനെത്തിയ ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളമാണ് കാത്തുനിന്നത്. ഒടുവിൽ കെജ്രിവാളിന് നോട്ടീസ് നൽകി മടങ്ങി. 16 സ്ഥാനാർത്ഥികൾക്ക് BJP 15 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആരോപണത്തിൽ അന്വേഷണത്തിനാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ എത്തിയത്. എന്നാൽ ഉദ്യോഗസ്ഥരെ കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ തടഞ്ഞു. അന്വേഷണം സംബന്ധിച്ച് രേഖകൾ ഹാജരാക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. രേഖകൾ ഹാജരാക്കാതെ അകത്തേക്ക് കടക്കാൻ കഴിയില്ലെന്ന നിലപാടെടുത്തതോടെ ഉദ്യോഗസ്ഥർ പുറത്തു കാത്തുനിന്നു. देखिए, अभी ACB ऑफिसर्स पिछले 1 घंटे से यहाँ पे बाहर सिक्योरिटी रूम में बैठे हैं. वो बगैर किसी तैयारी के, बगैर किसी इंस्ट्रक्शन के, ना उनके पास कोई नोटिस है, ना उनके पास कोई इंस्ट्रक्शंस हैं. वो किससे इंस्ट्रक्शन ले रहे हैं? 1 घंटे से वो बड़े कंफ्यूजन स्टेट ऑफ माइंड से अंदर बैठे हुए हैं. ഒടുവിൽ തെളിവുകൾ ഹാജരാക്കാൻ നോട്ടീസ് നൽകി അന്വേഷണ സംഘം മടങ്ങി. വോട്ടെടുപ്പിന് ഒരു ദിവസം ബാക്കി നിൽക്കെയായിരുന്നു 8 MLAമാർ ആം ആദ്മി പാർട്ടി വിട്ട് BJPയിലെത്തിയത്. വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആം ആദ്മി പാർട്ടിയുടെ ആശങ്കയും കൂറുമാറ്റമാണ്. BJP അടർത്തിയെടുക്കുമോ നേതാക്കളെ എന്ന ഭീതിയിലാണ് പാർട്ടി. നാളെ ഫലം പ്രഖ്യാപിക്കാനിരിക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളെ പാടെ തള്ളുകയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അനുകൂലമായതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. 70 നിയമസഭാ മണ്ഡലങ്ങൾ, 36 എന്ന മാജിക് സംഖ്യ കടക്കുന്നവർക്ക് രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിക്കാം. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. മദ്യനയ അഴിമതി മുതൽ യമുനയിലെ മലിനീകരണം വരെ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട 1 മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചരണത്തിനൊടുവിൽ ഡൽഹിയിലെ ജനങ്ങൾ ആർക്ക് അനുകൂലമായി വിധിയെഴുതിയെന്ന് നാളെ അറിയാം. രാജ്യം ഉറ്റുനോക്കുന്ന ആവേശകരമായ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ 24 സംഘവും തയ്യാർ. ടീം 24 ഡൽഹി. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.